സി കൃഷ്ണകുമാർ പാലക്കാട്ടെ പ്രവീൺ തൊഗാടി എന്ന ഡിവൈഎഫ്ഐ RSS ആക്രമണത്തെ പരസ്യമായി പിന്തുണച്ച് രംഗത്ത് വന്നതിലൂടെ കൃഷ്ണകുമാറിന്റെ യഥാർത്ഥ വർഗീയ മുഖമാണ് വ്യക്തമായതെന്നും ഡിവൈഎഫ്ഐ പറയുന്നു. ഡിവൈഎഫ്ഐ യൂണിറ്റ് കമ്മിറ്റികൾ കരോൾ നടത്തുമെന്നും അവർ പറഞ്ഞു. വിവരങ്ങളുമായി സച്ചിൻ ചേരുകയാണ് പാലക്കാട് നിന്ന്. സച്ചിൻ, ഇന്നലെയാണല്ലോ, ഗുഡ് മോർണിംഗ്, ഇന്നലെയാണല്ലോ ഈ കരോളിനെതിരായ അതിക്രമത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മദ്യപിച്ചിട്ടാണ് കരോൾ നടത്താൻ പോയതെന്ന വിചിത്രമായ ന്യായീകരണം കൃഷ്ണകുമാറിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതായത് കരോളിനെതിരായ BJP പ്രവർത്തകന്റെ ആക്രമണത്തെ അതേ രീതിയിൽ ന്യായീകരിക്കുകയായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെയാണെങ്കിൽ, അതായത് ഈ ന്യായീകരണമൊക്കെ വർഗീയതയുടെ ഏറ്റവും അങ്ങേയറ്റത്തെ മുഖമാണ് കൃഷ്ണകുമാറിലൂടെ പുറത്തു വരുന്നത്. കേരളത്തിലെ പ്രവീൺ തൊഗാഡിയാണ് കൃഷ്ണകുമാർ എന്ന രൂക്ഷമായ വിമർശനം മുന്നോട്ട് വയ്ക്കുകയാണോ ഡിവൈഎഫ്ഐ? തീർച്ചയായും മനു, അത് തന്നെയാണ്. കാരണം വർഗീയ വിദ്വേഷം പടച്ചുവിടുന്ന RSSന്റെ നേതാവാണ് പ്രവീൺ തൊഗാഡിയ. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പതിപ്പാണ് പാലക്കാട്ടെ സി കൃഷ്ണകുമാർ, BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ എന്നാണ് DYFI ഇപ്പോൾ ആരോപിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസമാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു ആരോപണം സി കൃഷ്ണകുമാറിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്. ചെറിയ 14 വയസ്സിന് താഴെയുള്ള ചെറിയ കുട്ടികൾ നടത്തിയ കരോളിനെതിരെയാണ് ഇത്തരത്തിൽ RSSന്റെ നേതാവായിട്ടുള്ള അശ്വിൻ രാജ് മർദ്ദിക്കുകയും അതേപോലെ തന്നെ കരോൾ സംഘത്തെ ആക്രമിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ആ കുട്ടികൾ, ചെറിയ കുട്ടികൾ മദ്യപിച്ചിട്ടാണ് കരോൾ നടത്തുന്നത് എന്ന് തരത്തിലുള്ള പ്രസ്താവന സി കൃഷ്ണകുമാർ നടത്തിയിരുന്നു. അത് കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം ചെറിയ കുട്ടികൾ മദ്യപിച്ച് കരോൾ നടത്തി എന്ന പ്രസ്താവനയ്ക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനവും സി കൃഷ്ണകുമാറിനെതിരെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. പ്രധാനമായും സി കൃഷ്ണകുമാർ പാലക്കാട്ടെ പ്രവീൺ തൊഗാഡിയ എന്ന ആരോപണം തന്നെയാണ് വലിയ രീതിയിൽ DYFIയും ഉന്നയിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് 2500ഓളം യൂണിറ്റ് കേന്ദ്രങ്ങൾ, DYFIയുടെ യൂണിറ്റ് കേന്ദ്രങ്ങളിൽ കരോൾ നടത്തുമെന്നും DYFI ജില്ലാ സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. ശക്തമായ രീതിയിൽ തന്നെ സി കൃഷ്ണകുമാറിനെതിരെയും അതേപോലെ തന്നെ കരോൾ സംഘത്തെ ആക്രമിച്ച RSSന്റെ നയങ്ങൾക്കെതിരെയും ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധം തുടരുമെന്നും DYFI വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയോടുകൂടിയാണ് പാലക്കാട് പുതുശ്ശേരിയിൽ വെച്ച് ഇത്തരത്തിൽ അശ്വിൻ രാജ് എന്ന് പറയുന്ന കൊടും ക്രിമിനൽ, അതായത് കാപ്പ കേസ് അടക്കം ചുമത്തപ്പെട്ട് ജയിലിൽ കഴിഞ്ഞ ആളാണ് അശ്വിൻ രാജ്. അദ്ദേഹമാണ് ഇത്തരത്തിൽ RSSന്റെ കേന്ദ്രത്തിലേക്ക് കരോൾ നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരോൾ സംഘത്തെ ആക്രമിക്കുന്നത്. പിന്നീട് കരോൾ സംഘത്തിൻ്റെ ബാൻഡ് തകർക്കുന്നു. ബാൻഡിൽ CPIM പുതുശ്ശേരി ഏരിയ കമ്മിറ്റി എന്ന പേരുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രകോപിതനായ അശ്വിൻ ഇത്തരത്തിൽ കരോൾ സംഘത്തെയും അതേപോലെ തന്നെ ബാൻഡ് അടക്കം തകർക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിയത്. തുടർന്ന് അശ്വിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് റിമാൻഡിൽ ഇട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ശക്തമായ രീതിയിൽ DYFI പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പുതുശ്ശേരിയിൽ പ്രതിഷേധ കരോളടക്കം DYFI സംഘടിപ്പിച്ചിരുന്നു. ഇതിനെതിരെയാണ് ഇന്നലെ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായിട്ടുള്ള സി കൃഷ്ണകുമാറും അതേപോലെ തന്നെ മറ്റൊരു ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് അടക്കമുള്ളവർ രംഗത്തെത്തുന്നത്. കുട്ടികൾ, അതായത് മാന്യമായ രീതിയിൽ കരോൾ നടത്തിയില്ലെങ്കിൽ തല്ല് കിട്ടുമെന്നായിരുന്നു ഷോൺ ജോർജിൻ്റെയും പ്രസ്താവന. സി കൃഷ്ണകുമാർ കള്ളു കുടിച്ചിട്ടാണ് കുട്ടികൾ കരോൾ നടത്തിയത് എന്ന ഒരു പ്രസ്താവനയും നടത്തി. ഇത് വലിയ രീതിയിലുള്ള വിമർശനമാണ് BJPക്കെതിരെയും ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. RSSന്റെ ആക്രമണങ്ങളെ ന്യായീകരിക്കുന്ന BJP നേതാക്കളുടെ നിലപാടിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് DYFI വ്യക്തമാക്കിയിട്ടുള്ളത്. മനു, ശരി സച്ചിനൊക്കെ താങ്ക് യു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവരിങ്ങനെ ക്രിസ്മസിനെതിരെയും കരോളിനെതിരെയും ഒക്കെ പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ശക്തിയോടെ ക്രിസ്മസിനെയും കരോളിനെയും ഒക്കെ ചേർത്ത് നിർത്തുന്ന സ്വഭാവമാണ് നമ്മൾ മലയാളികൾക്കുള്ളത്. കാരണം നമ്മളെ സംബന്ധിച്ച് എല്ലാ ആഘോഷങ്ങളും ഒരുപോലെയാണ്. അതിപ്പോൾ ക്രിസ്മസ് ആയിക്കോട്ടെ, ഓണമായിക്കോട്ടെ, റംസാൻ ആയിക്കോട്ടെ, നമ്മളെല്ലാവരും അത് ഒരുമയോടെ ഒരുമിച്ച് ആഘോഷിക്കും. നിങ്ങളെപ്പോലുള്ള കുറച്ച് വിഷയങ്ങൾ അതിനെതിരെ പറയുമെങ്കിലും അതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ ചേർത്ത് നിർത്താൻ മലയാളി തയ്യാറാകുന്നില്ല എന്ന ഒരു വലിയ സന്തോഷം ഇപ്പോഴും നമ്മുടെ മുന്നിൽ ബാക്കി നിൽക്കുന്നുണ്ട്. അതാണല്ലോ, അതുതന്നെയാണ് കേരളത്തെ മറ്റുള്ള ഇടങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നതും കേരളം ഒരു വേറിട്ട് തുരുത്തായി മാറി നിൽക്കുന്നതും. നിങ്ങൾ കരോളിനെതിരെ പറഞ്ഞാൽ ആ കരോളിൻ്റെ ഒപ്പം ഞങ്ങൾ നിൽക്കും, കരോളിന് മുന്നിൽ ഞങ്ങൾ ഉണ്ടാകുമെന്നാണ് ഈ നാട്ടിലെ മനുഷ്യർ, മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന മനുഷ്യർ, DYFI എന്ന് പറയുന്ന യുവാക്കളുടെ ആർജവമുള്ള സംഘടന കൃഷ്ണകുമാറിനോടും BJP നേതൃത്വത്തോടും പറയുന്നത്.